ഇറാന്റെ ആക്രമണത്തിൽ നമ്മുടെ അദാനിക്കും സാരമായ കൈപൊള്ളിയിട്ടുണ്ട്. എന്താണെന്ന് അറിയുമോ? അത് ഇറാന്റെ മിസൈൽ ആക്രമണം കഴിഞ്ഞ രാത്രി ഉണ്ടായപ്പോൾ ഇസ്രയേലിന്റെ ഹൈഫൈ തുറമുഖത്തിന് കാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ടെല്ലവീവിലും വടക്കൻ തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചിട്ട് ഏകദേശം 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ ഹൈഫൈ തുറമുഖം വടക്കൻ ഇസ്രായേലിലെ ഹൈഫൈ തുറമുഖം ഇന്ത്യക്ക് തന്ത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഏകദേശം $120 കോടി നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് ഈ തുറമുഖത്തിൽ നടത്തിയിരിക്കുന്നത്. 2023 ജനുവരിയിലാണ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് ഇസ്രയേലിന്റെ ഗാഡോട്ട് ഗ്രൂപ്പുമായി ചേർന്ന് ഹൈഫൈ പോർട്ട് കമ്പനിയുടെ 70% ഓഹരികൾ വാങ്ങുന്നത്. ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന തുറമുഖമാണ് ഇത്. പ്രതിവർഷം ഏകദേശം 2 കോടി ടൺ കാർഗോ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ തുറമുഖത്തിനുണ്ട്. 2023 4,10,000-ലധികം ക്രൂയിസ് യാത്രക്കാരാണ് ഈ തുറമുഖത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. അദാനി പോർട്ടിന്റെ കാർഗോ വോള്യത്തിൽ ഏകദേശം 3% വരുമാനത്തിന്റെ 5%മാണ് ഹൈഫൈ തുറമുഖം സംഭാവന ചെയ്യുന്നത്. ബിസിനസ് പരമായി ഇത് വളരെ ചെറുതാണെങ്കിൽ തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും പ്രധാന വ്യവസായ കേന്ദ്രങ്ങളുമായുള്ള റെയിൽ റോഡ് ബന്ധങ്ങളും ഇതിന് ആഗോള രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 13 തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് അദാനി പോർട്ട്. രാജ്യത്തിന്റെ സമുദ്രചരക്കിന്റെ 24% കൈകാര്യം ചെയ്യുന്ന അദാനി പോർട്ടാണ്. എന്നാൽ ഹൈഫയുടെ പ്രാധാന്യം കൈകാര്യം ചെയ്യുന്ന കാർഗോയുടെ അളവിലല്ല, മറിച്ച് അത് പ്രതിനിധീകരിക്കുന്ന തന്ത്രപരമായ സ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ ആഗോള വ്യാപാര സാന്നിധ്യത്തിലെ ശ്രദ്ധേയമായ അടയാളമാണ് ഈ തുറമുഖം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരാണ് ഈ തുറമുഖം വികസിപ്പിക്കുന്നത്. 1920-ൽ നിർമ്മാണം ആരംഭിച്ച് 1933-ൽ ഔപചാരികമായി തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യ, ഇസ്രായേൽ, UAE, സൗദി അറേബ്യ, യൂറോപ്യൻ യൂണിയൻ, US എന്നിവ ഉൾപ്പെടുന്ന ബഹുരാഷ്ട്ര സംരംഭമായ നിർദ്ദിഷ്ട മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിൽ ഇന്ത്യക്ക് വാണിജ്യപരമായ ഏറെ പ്രാധാന്യമുള്ള തുറമുഖമാണ് ഹൈഫ. യൂറോപ്പുമായുള്ള വ്യാപാരം കാര്യക്ഷമമാക്കാനും ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക പങ്കാളികളുമായി വാണിജ്യപരമായ ഏകോപനം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് വളരെയേറെ സഹായകരമാണ് ഈ തുറമുഖം.